എന്ന ക്ഷേത്രം ഇന്ദ്രന്റെ പേരിൽ അല്ല ചന്ദ്രന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട നോബഹാർ ബൽഖ് എന്ന ക്ഷേത്രം അതെവിടെയായിരുന്നു? അത് അറബികളിലുള്ള ഒരു ഗോത്രം. പിന്നെ അറബികളുടെ പല ഗോത്രങ്ങൾക്കും പല ദൈവങ്ങളും ഉണ്ടായി. കൽബ് ഗോത്രക്കാരുടെ വിഗ്രഹം, ബനീഹുദയുടെ വിഗ്രഹം, ബനൂനുഹദിന്റെ വിഗ്രഹം, ഹമദാന്റെ വിഗ്രഹം, ഹിൽക്കിലായുടെ വിഗ്രഹം, ലാത്ത് വിഗ്രഹം, മനാത്ത് ഹസറജിന്റെ വിഗ്രഹം, കിനാനത്തിന്റെ വിഗ്രഹം, അസാസിനായില സഫാമറയിൽ നാട്ടപ്പെട്ട വിഗ്രഹം. ഇങ്ങനെ എത്രയോ വിഗ്രഹങ്ങളും അവയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും അറബികൾക്ക് സാധാരണമായി. മഹാനായ ഇമാം അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ, തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട്. സ്വഹീഹായ ഒരു ഹദീസിൽ അബൂ അത്താരിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിവരിക്കുന്നു, ഞങ്ങൾ ഏതൊരു വീട്ടുകാരനും ദൈവത്തിന്റെ ഒരു പ്രതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ദൈവം, കുലദൈവമായി ഓരോ വീട്ടിലും ദൈവം. ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദം വെച്ച് പൂജിച്ച് യാത്ര ചെയ്യൂ. യാത്ര തിരിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദമർപ്പിച്ച് പൂജിച്ച് പിന്നെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടൂ. ഇങ്ങനെ ഓരോ വീട്ടിലും ദൈവം വരുന്ന പരിതസ്ഥിതി വരെ അറബികളിൽ ഉണ്ടാക്കി തീർത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4ാം തലമുറ തട്ടിത്തകർത്ത ഖുസൈ എന്ന മഹാൻ കഅബയുടെ സാരഥ്യം പിടിക്കുന്നതിന് മുമ്പ് 2-3 നൂറ്റാണ്ടുകളോളം നിലനിന്ന ഹുസായി ഭരണകാലത്താണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മുഴുക്കെ കാണാം. അന്ന് റബ്ബ് എന്ന ഹുബൻ ദേവനെ കൊണ്ടുവന്ന് കഅബയുടെ നടുവിൽ പ്രതിഷ്ഠിച്ച് ആ ദൈവത്തിന്റെ പൂജക്കായി പല പൂജകൾ ഉണ്ടാക്കിയതൊക്കെ അംബുബിനു ലുഹയ്യാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, നിബിതങ്ങൾ വരുന്നതിന് മുൻപ് മക്കയിലെ അറബികൾക്ക് ഇസ്മായിൽ നബിക്ക് ശേഷം കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും ഫത്രത്തിന്റെ അഹലുകാരും ജാഹിലിയ്യത്തിലെ ആളുകളുമാണ്. അവർ ശിക്ഷക്കർഹരല്ല, നരകത്തിൽ നിന്ന് രക്ഷ നേടിയവരാണ് എന്നാണ് ബലപ്പെട്ട അഭിപ്രായമെങ്കിൽ പോലും അംബുബിനു ലുഹയ്യനായിരുന്ന മനുഷ്യൻ നരകത്തിലൂടെ വലിച്ചു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ കുടൽമാലകൾ നരകത്തിലൂടെ വലിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, ബനൂ ഇസ്മായിൽ എന്ന തങ്ങളുടെ പിതാമഹൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയെ ഇത്രയും നൂറ്റാണ്ടുകളോളം ദുഷിപ്പിച്ച ചിർക്കിലേക്ക് നയിച്ചത് അംബുബിനു ലുഹയ്യ എന്ന ദുഷ്ടന്റെ ഒരൊറ്റ സ്വാർത്ഥതയും ചിന്തയുമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചത് ഹദീസ് ശരീഫുകളിൽ കാണാം. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ആ അംബുബിനു ലുഹയ്യ കൊണ്ടുവന്നത് ദൈവങ്ങളെയാണ്, റബ്ബുകളെ. ഈ റബ്ബുകളെ വെച്ച് പൂജിച്ച ജനതയിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ ആ വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന അന്നത്തെ ജനതയുടെ നിലപാട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില ആയത്തുകൾ മാത്രം ഓടിയിട്ട് നമ്മൾ വിവരിക്കുമ്പോഴേ ആ ജനതയുടെ ശിർക്ക് മനസ്സിലാവുക. എന്നിട്ട് കാണുന്ന ശുപാർശകരെ എന്ന് പറയുന്നത് കേട്ടാൽ എളുപ്പമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങളും നമ്മളെ മാതിരി അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യോ നിർത്തി കുത്തിരിക്ക, ഇത് വല്ലാത്തൊരു അനർത്ഥാണിത്. നിങ്ങൾ ആലോചിക്കണം. നമ്മളാകെ കൊതിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. തങ്ങളുടെ ശഫാഅത്തില്ലാതെ ആഖിറത്തിൽ ഒരു നേട്ടവും ഒരാൾക്കും കിട്ടില്ല എന്ന വിശ്വാസമാണ് നമുക്ക്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസവും. ആഖിറത്തിലെ പ്രധാന ശഫാഅത്ത് ഗുണമയായ ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ശഫാഅത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്കിന്റെ ശേഷം ദുആ ഇറക്കുന്നത്. ആ ശഫാഅത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മദീനത്ത് സിയാറത്തിന് പോകുന്നത്. ആ ശഫാഅത്തിന്റെ പ്രതീക്ഷയിലാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്. ഇതിന്റെ ഒക്കെ മൂലം പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നത് ഹല്ലത്ത് ലഹു ശഫാഅത്തി, ഹല്ലത്ത് ലഹു ശഫാഅത്തി അല്ലേ. ബാങ്കിന്റെ ശേഷം ഒരാൾ ആയിരുന്നാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് സുനിശ്ചിതം. എന്നെ ഒരാൾ സിയാറത്ത് ചെയ്താൽ എന്റെ വഫാത്തിന് ശേഷം ഹല്ലത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് സുനിശ്ചിതം.
എനിക്കൊരാൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും എന്റെ ശഫാഅത്ത് അവന് സുനിശ്ചിതം. നബി തങ്ങളുടെ ശഫാഅത്ത് സുനിശ്ചിതം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് തങ്ങളുടെ ശഫാഅത്ത് കാംക്ഷിച്ചും ആഗ്രഹിച്ചുമാണ്. ആ ശഫാഅത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ നിന്നും അംശാംശമായി ലഭിക്കുന്ന എന്തെല്ലാം നേട്ടങ്ങൾ ഏതെല്ലാം വ്യക്തികൾ മുഖേന ആഖിറത്തിൽ കിട്ടുന്നുണ്ടോ അതൊക്കെയും ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടാണെന്നാണ് ശഫാഅത്ത് സംബന്ധിച്ച വിവരണത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർ പഠിപ്പിക്കുന്നത്. നബിയുടെ ശഫാഅത്ത് അല്ലാത്ത ഒരു ശഫാഅത്ത് ആഖിറത്തിലില്ല. നബി തങ്ങൾ കനിഞ്ഞാനില്ലാതെ ഒന്നും അവിടെ കിട്ടാനില്ല. ആ ആഖിറത്തിന്റെ വിശ്വാസം പഠിപ്പിച്ച ആ ആഖിറത്തിന്റെ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന മഹാന്മാരെ, ഈ ശഫാഅത്തിന്റെ വിശ്വാസമാണ് നിങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്നത്. ഈ ശഫാഅത്തിന്റെ വിശ്വാസമാണ് മക്ക മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. അതേ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണോ നിങ്ങൾ നിന്ന് നമ്മൾ ഈ കാണുന്ന ശഫാഅത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത മുഴുവൻ ഇമാമുകളെയും മുസ്ലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഉലമാക്കളെയും ആരിഫീങ്ങളെയും ഔലിയാക്കളെയും മുഴുവൻ മുശ്രിക്കുകളാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ശഫാഅത്ത് എന്ന ആ വാക്യത്തിന്റെയും ശുഫആ എന്നാണ് അവർ ദൈവങ്ങളെ വിചാരിച്ചിരുന്നത് എന്ന സങ്കല്പത്തിന്റെയും ആരോപണത്തിന്റെയും കള്ളക്കഥ തിരിയണമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിലകൊള്ളുന്നത് എന്നറിയണം. ഒന്ന് രണ്ട് റസൂലുള്ള ആ ഖുർആനിലെ ആയത്ത് വിവരിച്ചിട്ട് ഞാൻ ആ കാര്യം വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 40-ാം ആയത്ത് അല്ലാഹു തആല വിവരിക്കുന്നത് ഞാൻ ഓതാം. അതിലുണ്ട് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിന്റെ ഖണ്ഡനം. ആ ഖണ്ഡനം അള്ളാഹ് നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സത്യസന്ധവുകൾ. അള്ളാഹ് കളവ് പറയുന്നു അങ്ങനെ വിചാരിക്കുമ്പോൾ വലിയ എല്ലാരും പറഞ്ഞ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു നമുക്ക് അറിയാം. എല്ലാവരും സദഖല്ലാഹെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ അള്ളാഹ് കളവ് പറഞ്ഞു എന്നുള്ളതിലേക്ക് എത്തിക്കുമെങ്കിൽ അറിയില്ല. മക്ക മുശ്രിക്കുകൾ ആരായിരുന്നു എന്ന് അള്ളാഹു വിവരിക്കുന്നുണ്ട്. ഇത് തിരിയണമെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ കാലത്തെ മുശ്രിക്കുകളുടെ ജഹ്ല് തിരിയണമെങ്കിൽ അൻആം സൂറത്തിന്റെ 39 മുതൽക്കുള്ള ആയത്തുകളോ 30 മുതൽക്കുള്ള ആയത്തുകളോ അങ്ങ് ഓതിക്കുവാണ്. 100 ചില്ലാനോ എനിക്ക് ഓർമ്മയില്ല. അതായത് ആയത്തിനുണ്ട് ഇവിടെ ഉണ്ട് സംഗതി. അത്രയും ആയത്തുകൾ ഓതാൻ അത്രയും ജഹ്ലുള്ള വിഭാഗമാണ് അറബികൾ. ആ ജഹ്ല് മുഴുവനും വന്നത് ഇവരുടെ ശിർക്ക് കൊണ്ടാണ്. അപ്പൊ ശിർക്ക് ഈ ജഹ്ലുകളെ മുഴുവൻ വ്യാപിക്കുന്ന വിശ്വാസമാണ് അവർക്ക്. അതവരിൽ പരത്തുന്ന വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തെ അള്ളാഹ് ഖണ്ഡിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ശുറകാഅകും അല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് അറൂനി മാദാ ഖലഖൂ മിനൽ അർദ് അം ലഹും ശിർകുൻ ഫിസ് സമാവാത് അം ആതൈനാഹും കിതാബൻ ഫഹും അലാ ബയ്യിനത്തിൻ മിൻഹു بل إن يعد الظالمون بعضهم بعضا إلا غرورا قال الله عز وجل പണ്ടത്തെ കാലതയാണത്. അത് നമ്മൾ മറക്കാൻ പറ്റില്ല. അല്ലാഹു അസ്സ വജല്ലാണ് ഈ പറഞ്ഞതിന് എന്റെ അർത്ഥമുള്ളതിലൊന്നും ഒരു മോശമല്ല. അതിനൊക്കെ എത്ര കളിയാക്കി ഇപ്പൊ നമ്മളിന്നും പോയിട്ട് മറ്റേ വാലും പറഞ്ഞു ഒരു കാലല്ലാഹു, പിന്നെ ഒരു കാല റസൂലും, പിന്നെ ഒരു അലമൂ യാ ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് എന്നൊക്കെ കേട്ടാൽ എന്തൊരു ഖുശിയാ. ഇപ്പത് കേട്ടാൽ ഇപ്പത്തെ ചെറുപ്പക്കാർ പുച്ഛം എന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങളും കൂടിയൊക്കെ മാറ്റുന്നത്. അപ്പൊ ഇടയ്ക്കൊന്നും ഓർമ്മപ്പെടുത്താൻ ഞാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പരിഷ്കരിച്ചോലേ, എല്ലാ ദിവസവും കയറി പരിഷ്കരിച്ചു. ഇതൊക്കെ വലിയ നേടിയത് തന്നെ 75 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് എല്ലാ നന്മകളും സദാചാരങ്ങളും നല്ല ആചാരങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് മൊത്തം പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ പറയുന്നവരിൽ നിന്ന് അടക്കം ഇല്ലാതെയാക്കാൻ ഈ പണ്ടാരങ്ങൾക്ക് സാധിച്ചു. വലിയൊരു സാധ്യത തന്നെ, കഴിവ് തന്നെ. ഈ നോക്കിയെങ്കിൽ അള്ളാഹ് പറയുന്നത്, നബിയെ തങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കി തങ്ങളുടെ മുമ്പാകെയുള്ള മുശ്രിക്കുകളോട്, നിങ്ങളൊന്ന് പറയുന്നത് നിങ്ങളുടെ ബഹുദൈവങ്ങളോട്, നിങ്ങൾ പറയുന്ന എന്റെ കൂട്ടുകാരോട്, അള്ളാഹ് സംസാരം ശുറക്കാക്കും നിങ്ങൾ പറയുന്ന എന്റെ ഷെയറുകാരല്ലേ, എന്റെ കൂട്ടുകാർ, എന്റെ ഷെയറുകാരെന്ന് നിങ്ങൾ പറയുന്ന അവരെ പറ്റി, അല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവരെ നിങ്ങൾ ഇലാഹുകളെന്ന് വിളിക്കും.
എത്ര സമർത്ഥമായാണ് ഖുർആൻ പരിഭാഷക്കാരറിഞ്ഞത്.